യേശുവിനെ വിറ്റ് ജീവിക്കുന്നവരാണോ ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരെന്ന് പറയുന്നത്? ആദത്തിന്റെ ഭാര്യയായ ഹവ്വയാണ്. ഹവ്വാമ്മച്ചിയായിട്ട് എന്തായാലും ശാരീരിക ബന്ധത്തിൽ മകൻ ഏർപ്പെടാൻ പറ്റില്ല. അപ്പൊ കായിൻ ആരെ കല്യാണം കഴിച്ചു? ഇതിന് മാത്രം ബൈബിളിൽ ഉത്തരവില്ല. പിന്നീട് തുടങ്ങുന്നത് നോഹയുടെ കാലഘട്ടം. ഈ ഗ്യാപ്പ് അപ്പൊ അവിടെ ഒരു സ്ത്രീ ഇല്ലാതെ എങ്ങനെ നടക്കും? ദൈവം പുതിയൊരു സ്ത്രീയെ സൃഷ്ടിച്ചതായിട്ടില്ല, ഹവ്വയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? അപ്പോൾ അവർക്ക് ഉത്തരവില്ല. അപ്പോൾ ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അങ്ങനെ ഞാൻ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഒരു ഹിന്ദു വന്നിട്ട് എന്നെ ഇടിച്ചാൽ, ഒരു ദുഷ്ടനായൊരു ഹിന്ദു ഒന്ന് ഇടിച്ചിരുന്ന, ദുഷ്ടനായൊരു മുസ്ലിം ഒന്ന് ഇടിച്ചാൽ, ഞാൻ മരിച്ചു പോയിട്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് പ്രയോജനം? പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് യേശുവിനൊരു രൂപമില്ല. മറ്റുള്ള ക്രിസ്ത്യൻസിനാണ് യേശുവിന് ഇങ്ങനെ നിൽക്കുന്ന രൂപവും നീണ്ട മുടിയും ഒരുപാട് കണ്ണിന് പ്രത്യേകതയും. യേശു പെണ്ണാണെന്ന് പറയുന്നവരുണ്ട്. യേശുവില്ല, യഹോവ മാത്രമാണ്, അതായത് പഴയ നിയമം മാത്രമാണ് സത്യം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു സൈലന്റ് ബ്രില്യൻ സൈക്കോളജിക്കൽ ടെററിസം ആണോ? എക്സ്ട്രീമിസമാണ്. പഠിക്കാത്ത കുട്ടികളായിരുന്നു. കൃപാസനം അമ്മയുടെ ഇതൊക്കെ ചൊല്ലി ഇപ്പോൾ ഞങ്ങൾ പരീക്ഷിക്കുക. അപ്പം പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് കൃപാസനം അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? ഹാബിലും കായിനും കൂടെ യാഗം നടത്തുന്നു. കായിൻ ഒരു പച്ചക്കറി കൃഷി നടത്തുന്ന ഒരുത്തനായിരുന്നു. ഹാബൽ എന്ന് പറഞ്ഞത് ഒരു ആടുമാടുകളെ വളർത്തുന്ന ഒരാളായിരുന്നു. രണ്ടുപേരും യാഗം നടത്തിയപ്പം ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ആടിനെ യാഗമാക്കിയവനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവത്തിന് നോൺ വെജ് മാത്രമേ ഇഷ്ടമുള്ളൂ? പച്ചക്കറി കൊണ്ടുവന്ന് യാഗം കഴിച്ചപ്പോൾ ദൈവത്തിന് കൊടുത്തപ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം അതെന്ത് ന്യായമാണെന്ന് ഞാൻ ചോദിച്ചു. അതപ്പോൾ ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ക്രിമിനൽസിനോട് സംസാരിക്കാത്ത ദൈവം, വിശ്വാസത്തോട് മാത്രം സംസാരിക്കുന്ന ദൈവം ഇസ് എ സൈക്കോ. ഈ പെന്തക്കോസായിട്ട് ജനിച്ചു, ആ ഒരു ഫാമിലിയിൽ വളർന്നു, പിന്നെ എന്താണ് ഇത്രയും അത് തള്ളിപ്പറയാനുണ്ടായ ഒരു റീസൺ? പെന്തക്കോസായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രമല്ല, ഞാൻ പെന്തക്കോസ് പാസ്റ്ററിന്റെ മകനാണ്. ഹായ്, ഹലോ, ഗ്ലോബൽ വില്ലേജിൽ ഇറ്റ്സ് മീ ആർജെ വരുൺ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കിഡിലൻ ഇൻഫ്ലുവൻസർ ജോഫോസ് ആണ്. ഹായ്, വെൽക്കം. അപ്പോൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ പെന്തക്കോസിൻ്റെ പാസ്റ്റർമാരെല്ലാം ഇങ്ങനെ നോക്കി നടക്കുകയാണ്, ഉന്നം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ശരിക്കും ഈ പെന്തക്കോസായിട്ട് ജനിച്ചു, ആ ഒരു ഫാമിലിയിൽ വളർന്നു, പിന്നെ എന്താണ് ഇത്രയും അത് തള്ളിപ്പറയാനുണ്ടായ ഒരു റീസൺ? അത് പെന്തക്കോസായിട്ട് ജനിച്ചത് കൊണ്ട് തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് പെന്തക്കോസായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രമല്ല, ഞാൻ പെന്തക്കോസ് പാസ്റ്ററിന്റെ മകനാണ്. അതാണ് അതിനകത്ത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അദ്ദേഹം ചർച്ചിന് പുറത്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഞായറാഴ്ചത്തെ വർഷിപ്പ്, ആ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഒരു പാസ്റ്ററിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പെന്തക്കോസിൽ തന്നെയാണ്. അതായത് എൻ്റെ നിപ്പ്, നടപ്പ്, ഇരിപ്പ്, പ്രവർത്തനം, സംസാരം, കൂട്ടുകെട്ട് എല്ലാം ഒരു പെന്തക്കോസ് പാസ്റ്ററിന്റെ ഫാമിലി ചുറ്റിപ്പറ്റിയിട്ടുള്ളതായിരിക്കും. ഒരു നിയന്ത്രണം ഉണ്ടാവും. നിയന്ത്രണം ഉണ്ടാകും. അത് എപ്പോഴും ഒരു ചട്ടക്കൂടിനകത്ത് അതിനെ ഇത് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അതിനെ എതിർക്കാനും കാര്യം. ഈ യേശുവിനെ വിറ്റ് ജീവിക്കുന്നവരാണോ ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരെന്ന് പറയുന്നത്? യേശുവിനെ വിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു മതമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് ഈ വിഗ്രഹങ്ങളുള്ള മതങ്ങളാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു അമ്പലം കെട്ടിയിട്ട് ആ അമ്പലത്തിനെ വെച്ചിട്ട് വേണമെങ്കിൽ നേർച്ച കൊടുത്തിട്ടോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടൊക്കെ അവർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പൂജകൾ നടത്തിയിട്ട് അവരങ്ങനെ ചെയ്യാറുണ്ട്. പെന്തക്കോസ് എന്ന് പറയുമ്പോഴത്തേക്കും വിഗ്രഹങ്ങൾക്കെതിരാണ്. സാധാരണ ക്രിസ്ത്യൻസിനെ വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യൻസിന് നോർമൽ ക്രിസ്ത്യൻ, അത് കാത്തലിക്, ഓർത്തഡോക്സ്, ജാക്കോബൈറ്റ് ഒക്കെ തുടങ്ങിയവർക്ക് അവർക്ക് പുണ്യാളന്മാരുണ്ട്, മാതാവുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ രൂപമുണ്ട്. അവർക്ക് ആ രൂപത്തെ നോക്കിയിട്ട് പ്രത്യേകിച്ച് കൺവേർട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസിന് അത് അതില്ലാതെ പറ്റില്ല. കാരണം അവർ പണ്ട് വന്ന സാഹചര്യത്തിൽ നിന്ന് വേറൊരു മതത്തിലോട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞപ്പം ഒബ്വിയസ്ലി അവരെല്ലാം ഹിന്ദു മതത്തിലുള്ളവരായിരിക്കാം. അപ്പൊ അവർക്ക് പണ്ട് മുതലേ വന്നത് ഒരു വസ്തുവിനെ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അപ്പൊ എന്നാലും അവർക്ക് ഒരു ഫോക്കസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ക്രിസ്ത്യൻസ് ഈ വിഗ്രഹങ്ങളെ വെക്കുമ്പോൾ പെന്തക്കോസുകാർ ഇതിനെതിരാണ്. മാതാവിനും ഇവർക്ക് അതെല്ലാം വിഗ്രഹാരാധന, അതായത് ഹിന്ദു മതം തന്നെയാണെന്നാണ് പെന്തക്കോസുകാർക്ക് ക്രിസ്ത്യൻ നോർമൽ അല്ലാത്ത മറ്റുള്ള ക്രിസ്ത്യൻസിനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പെന്തക്കോസിനെ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ പോലും ഇവർ രണ്ടായിട്ടാണ് ആ ഒരു ചിന്താഗതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഇവര് യേശുവിനെ വിറ്റ് ജീവിക്കുക എന്ന് പറയുമ്പോൾ യേശുവിന് ഒരു രൂപമില്ല.
പെന്തക്കോസുകാരെ സംബന്ധിച്ച് യേശുവിന് ഒരു രൂപമില്ല. മറ്റുള്ള ക്രിസ്ത്യൻസിനാണ് യേശുവിന് ഇങ്ങനെ നിൽക്കുന്ന രൂപവും നീണ്ട മുടിയും ഒരുപാട് കണ്ണിന് പ്രത്യേകതയും അങ്ങനെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന യേശു, അങ്ങനത്തെ ഒരുപാട് രൂപങ്ങൾ അവരുണ്ടാക്കുന്നത്. പെന്തക്കോസുകാർ മെയിൻലി അവർ മുമ്പോട്ട് വെക്കുന്നത് എല്ലാവരെയും ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യൻസ് ആക്കുന്നല്ല, പെന്തക്കോസ്റ്റ് ആക്കുക. ക്രിസ്ത്യൻസും പെന്തക്കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരുപാട് വ്യത്യാസമുണ്ട്. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അതായത് എല്ലാവരും ക്രിസ്ത്യൻസ് തന്നെയാണ്. യേശുവിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. യേശുവിനെ അംഗീകരിക്കാത്തവരുണ്ട്. യേശു പെണ്ണാണെന്ന് പറയുന്നവരുണ്ട്. യേശു പെണ്ണാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. യേശുവില്ല, യഹോവ മാത്രമാണ്, അതായത് പഴയ നിയമം മാത്രമാണ് സത്യം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്. അത് TPM എന്നൊക്കെ, അല്ല, യഹോവ സാക്ഷികൾ എന്ന് പറയും. TPM എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളം മാത്രം ധരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഈ പെന്തക്കോസ്തുകാർ ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നത് അവർക്ക് യേശുവാണ് മെയിൻലി ഫോക്കസ്. അവർക്ക് യേശുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ മുമ്പിലോട്ട് വെക്കുക. മെയിൻലി ഈ പിതാവായ ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് പിതാവേ അല്ലെങ്കിൽ യാവേ എന്ന് പറയും, യഹോവ എന്ന് പറയുന്ന ഒരു സംഭവം, അത് സെക്കൻഡറിയാണ്. അത് ശരിക്കും പ്രൈവറ്റിന് മുമ്പിലാണ്, പക്ഷെ സെക്കൻഡറി ആയിട്ടാണ് കാണുന്നത്. അതായത് യേശുവിനോടാണ് മെയിൻലി നമ്മൾ പറയേണ്ടത് എന്നാണ് പെന്തക്കോസ്തുകാരുടെ ഒരു വിശ്വാസം. കാരണം അതുകൊണ്ടാണ് എന്താ പറയുന്നത്, യേശു ക്രിസ്തുവാണ്, യേശു നിങ്ങളെ സൗഖ്യമാക്കും, യേശു നിന്നെ സ്നേഹിക്കുന്നു, ജീസസ് ലവ്സ് യു. അല്ലാതെ നോർമലി ക്രിസ്ത്യൻസ് എത്തുമ്പോൾ ഗോഡ് ലവ്സ് എന്ന് എഴുതും. അല്ലേ? ഇപ്പം പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ജീസസ് ലവ്സ് യു. അവരുടെ ചർച്ചകൾക്ക് പേരിടുമ്പോൾ പോലും ജീസസ് ഹീൽസ്, ജീസസ് മിനിസ്ട്രീസ്, ആ ഒരു ടൈപ്പിലായിരിക്കും അവർ എപ്പോഴും പോകുന്നത്. ശരിക്കും ഈ പാസ്റ്റർമാര് ഭൂമിയിൽ, അതായത് സ്വർഗത്തിൽ നിങ്ങൾക്ക് കർത്താവ് ഈശോ വീട് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാക്കിയുള്ള വിശ്വാസികളെ കൊണ്ട് ഈ ഭൂമിയിലേക്കുള്ള വീടുകളൊക്കെ ജപ്തി ചെയ്യിക്കുന്നു എന്ന രീതിയിലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫുൾ ടൈം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുടുംബം നോക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ വരും. അപ്പം ഭൂമിയിൽ സ്വർഗത്തിൽ വീട് കിട്ടും, പക്ഷെ ഭൂമിയിലെ വീട് നമ്മുടെ ജപ്തിയായി പോകുന്നു. ആ ഒരു തരത്തിലേക്ക് പാസ്റ്റർമാര് വിശ്വാസികളെ കൊണ്ടുപോകുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് എൻ്റെ അനുഭവം തന്നെയാണത്. അതായത് എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, എൻ്റെ കുടുംബപരമായിട്ടില്ല. ഞാൻ ജനിച്ചു വീണത് ഒരു പെന്തക്കോസ്റ്റ് ഫാമിലിയിലാണ്. എൻ്റെ പപ്പ, ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ പപ്പ പാസ്റ്ററാണ്. പപ്പ പാസ്റ്റർ ആയതുകൊണ്ടാണ് അത്ര നേരത്തെ കല്യാണം കഴിച്ചത്. പപ്പ പഞ്ചാബിൽ പാസ്റ്ററായിട്ട് പോയിരുന്ന ആളാണ്. അപ്പോൾ അവിടെ ഈ ഗ്രാമങ്ങളിൽ ചെന്ന് സ്ത്രീകളുള്ള വീട്ടിലോട്ട് നമുക്ക് സുവിശേഷം പറയാൻ വേണ്ടി ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള കഥകളും മോട്ടിവേഷണൽ സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുള്ള അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എഴുതിയതിനാണ് ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാക്റ്റുകൾ എഴുതി ചെറിയ 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 പേപ്പേഴ്സ് ഉണ്ടാവും. നമ്മൾ നോട്ടീസുകൾ കൊടുക്കത്തില്ലേ, ആ നോട്ടീസുകൾ കൊടുക്കുന്ന പോലെ തന്നെ ഇത് ഓരോ വീടുകളിൽ കയറിയിട്ട് ലഘുലേഖകൾ പോലെ തന്നെ. അപ്പോൾ അതിനകത്ത് ചിത്രങ്ങൾ ഉണ്ടാവും, യേശുവിനെ പറ്റിയുള്ള കഥകളുണ്ടാവും. അപ്പോൾ അതായത് അത് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരാൾ മാറണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു വീട്ടിലോട്ട് കയറാൻ വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടാണ്, മാരീഡ് അല്ലാത്ത ഒരാൾക്ക്. അപ്പം മാരീഡ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അങ്ങനെ കല്യാണം കഴിച്ച ആളാണ് എൻ്റെ പപ്പ. അതിനുവേണ്ടി യെസ്. എന്നിട്ട് അതായത് 23-ാമത്തെ വയസ്സ് കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ പപ്പ അങ്ങനെ കല്യാണം കഴിക്കുന്നു ഭാര്യയായിട്ട്, അതായത് എൻ്റെ മമ്മിയായിട്ട് അവിടോട്ട് പോകുന്നു. അവിടെ വെച്ചാണ് ഞാൻ മമ്മി എന്നെ ഗർഭിണിയാവുന്നതും. മമ്മി പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പോകും. മമ്മിക്ക് അപ്പോൾ കാലാവസ്ഥ പിടിക്കാതെ വരികയും ചൊറിച്ചിലൊക്കെ ഉണ്ടായി. അങ്ങനെ മമ്മി തിരിച്ച് നാട്ടിൽ ഡെലിവറിക്ക് വേണ്ടി വരികയാണ് ചെയ്തത്. പപ്പ എപ്പോഴും അവിടെ എന്താ പറയുക, പഞ്ചാബിൽ തന്നെയായിരുന്നു. പഞ്ചാബിൽ ലുധിയാനയിലൊക്കെ ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്തു. പഞ്ചാബിയൊക്കെ അറിയായിരുന്നു. അങ്ങനെ വന്നൊരാളാണ്. അപ്പോഴും പപ്പയുടെ കോർ ചിന്ത അല്ലെങ്കിൽ ആ മോട്ടീവ് എന്ന് പറയുന്നത് ഇത് കല്യാണം കഴിച്ചതും ജീവിക്കുന്നതും എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് പോലും പെന്തക്കോസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി മതം വളർത്തുക. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു സൈലന്റ് ബ്രില്യൻ സൈക്കോളജിക്കൽ ടെററിസം ആണോ? ടെററിസം എന്ന് പറയുമ്പോഴത്തേക്കിൽ തീവ്രവാദം അല്ലല്ലോ, ഭീകരവാദം അല്ലേ? ഞാൻ അതിനകത്ത് അത് ഇച്ചിരി കൊഴിപ്പിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എക്സ്ട്രീമിസം ആണ്. ഇവരാരും ഉപദ്രവിക്കില്ല, പക്ഷെ അത് ടെററിസമായിട്ട് മാറുന്നതിനൊരു കാരണമുണ്ട്. അത് ടെററിസം ആകും. അതായത് ഇപ്പോൾ ഒരു വീട്, ഒരു ഗ്രാമത്തിലൊരു വീട് വളരെ സന്തോഷമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകണം. അപ്പോഴത്തേക്കാണ് ഇവർ ക്രിസ്ത്യാനി വന്നിട്ട്, ഒരു പെന്തക്കോസ്തുകാരൻ വന്നിട്ട് അവിടുത്തെ ഒരു ഗ്രാമത്തിൽ
ഒരു ഫാമിലിനെ, പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളെ ആയിരിക്കും ആദ്യമേ കൺവിൻസ് ചെയ്യുന്നതും അവരെ ഈസി ആയിരിക്കും ഈസി ആയിരിക്കും. അവർ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, ലോകത്തെ പറ്റിയുള്ള ഒരുപാട് അറിവുകൾ ഉണ്ടാവില്ല, അവർ ആ ഹിന്ദു മതത്തിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ആകെ അറിയാവുന്നത് രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, കുറി തൊടുക, സിന്ദൂരം തൊടുക, അവരുടെ പരിപാടികൾ ചെയ്യുക, രാത്രിയിൽ പൂജ ചെയ്യുക, കിടന്നുറങ്ങുക. അപ്പം ഇതിനപ്പുറത്തേക്കുള്ള ലോകത്തെ പറ്റി അറിയില്ല. അപ്പം ലോകം ഇത്രയും വിശാലമാണ്, ഇവിടെ വേറെ മതങ്ങളുണ്ട്, നിങ്ങളുടെ മതത്തിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മുടെ മതത്തിലുണ്ട്, സാഹചര്യം കുറച്ചുകൂടെ അടിപൊളിയാക്കി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ കൺവിൻസ് ആവും. അപ്പോൾ ഇവർ പതിയെ ഉണ്ടാവും. ഒരു അമ്മ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ മക്കൾ ചെറുതാണെങ്കിലും മക്കളെയും കൺവേർട്ട് ആക്കാൻ ഈസിയാണ്. ഷുവർ. അപ്പോൾ പതിയെ പതിയെ മക്കളും കൺവേർട്ട് ആവും. ഹസ്ബൻഡ് ചിലപ്പം ഭയങ്കര ആലപ്പകം ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഗ്രാജുവലി സംഭവിക്കുന്നത് ഹസ്ബൻഡിൻ്റെയും കൂടെ ഇത് ചെയ്ത് കൺവിൻസ് ചെയ്ത് അത്യാവശ്യം പാവമായിട്ടുള്ള സ്നേഹമുള്ള ഹസ്ബൻഡ് ആണെങ്കിലും ഭാര്യ പറഞ്ഞ്, അതായത് ഈ പാസ്റ്റേഴ്സ് തന്നെ പറഞ്ഞു കൊടുക്കും എങ്ങനെ ഭർത്താവിനെ കൺവിൻസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതിനും ക്ലാസ് ഉണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, അതായത് ഒരാളെ ക്രിസ്തുവിൽ കൊണ്ടുവരിക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതായത് നോർമൽ ഒരാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നോർമലി സംസാരിക്കുന്ന പോലല്ല, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക. അപ്പം ഹിന്ദു മതം എന്ന് പറയുന്നത് യുദ്ധം, കൊല, അല്ലെങ്കിൽ എന്താ പറയുക, പക, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകല്, അങ്ങനെ ഒരുപാട് നമ്മുടെ ലോകത്തിൽ വയലൻസ് കൂടുതലാണ്. ക്രിസ്ത്യാനിറ്റി അങ്ങനല്ല. ക്രിസ്ത്യാനിറ്റി മറ്റൊരാളുടെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു. അതായത് ഹിന്ദു മതത്തിൽ മറ്റൊരാളെ കൊന്നിട്ട് രാജാവാകുന്നതോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള ഒരു കഥകൾക്ക് മുകളിലാണ് ഞാൻ വേറൊരാൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന സാക്രിഫൈസിങ് സ്റ്റോറി. അത് ഓട്ടോമാറ്റിക്കലി കൺവിൻസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഹിന്ദു മതത്തിനെ സംബന്ധിച്ച് ഒരുപാട് അനാചാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൂടുതലാണ്. അതിനെ എതിർക്കുന്നവരുമുണ്ട്, അത് ചെയ്യുന്നവരുമുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അതിനെ എതിർക്കുന്നവരുണ്ട്. ഇപ്പോൾ സതി എന്ന് പറഞ്ഞൊരു സിസ്റ്റം പണ്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ആരും അംഗീകരിക്കത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇതുപോലെ ഒരു ഫാമിലി എന്ന് വിചാരിക്കുക, അപ്പോൾ അവരെ കൺവേർട്ട് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഹസ്ബൻഡും കൺവേർട്ട് ആവും. ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഒരു 100 ഫാമിലി ഉണ്ടെങ്കിൽ അതിനകത്തുള്ള 99 ഫാമിലിയും ഇവർക്കെതിരാവും. എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സൺഡേസിൽ ചർച്ചിൽ പോയി ഇവർ വർഷിപ്പ് കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യും. പക്ഷേ ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവർ ഒഴിവാക്കും. ഈ 99 ഫാമിലി ഇത്ര നാൾ സന്തോഷത്തോടെ ഇരുന്ന ആൾക്കാർ ഒരു കല്യാണം വന്ന് വരത്തില്ല, ഒരു അപകടം വന്ന് വരത്തില്ല, ഒരു ശവ അടക്ക് അല്ലെങ്കിൽ മരണത്തിന് വരത്തില്ല, ഒറ്റപ്പെട്ടു പോകും. ഈ ക്രിസ്ത്യൻസ് ഇവർ സപ്പോർട്ട് ചെയ്യില്ല. ആദ്യത്തെ ആ കുറച്ച് നാളുകൾ 5-6 മാസം ചർച്ചിൽ വരുത്തുന്നത് വരെയുള്ള കാലഘട്ടം അവർക്ക് വളരെ നല്ല രീതിയിൽ ഇവർ സപ്പോർട്ട് ചെയ്യും, പൈസ കൊടുക്കും, അങ്ങനെ വരും. പിന്നെ ഉള്ളത് ആഴ്ചയിൽ ഒന്നാകും, പിന്നെ മാസത്തിൽ ഒന്നാവും. അങ്ങനെ പിന്നെ ഇവർ വന്നല്ലോ, ഇനിയിപ്പോൾ അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി കുറേ കാര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ട് പിന്നെ അവരെ നൈസായിട്ട് ഒഴിവാക്കും. അതെ, ഈ 100 ഫാമിലിക്കും കൊടുക്കും, പക്ഷെ അതിനകത്ത് കൺവേർട്ട് ആവുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ കൺവേർട്ട് ആവുന്ന ഫാമിലികൾ ബാക്കി കൺവേർട്ട് അല്ലാത്ത ഇതിനെ എതിർത്ത് നിൽക്കുന്ന ഫാമിലിയായിട്ട് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതായത് ബന്ധുക്കൾ പോലും അകറ്റി നിർത്തും. അത് വലിയ പ്രശ്നങ്ങളാവും. അതായത് പിന്നീട് കല്യാണം നടത്തുമ്പോൾ പോലും ഇവർ ക്രിസ്ത്യൻ രീതിയിൽ നടത്താൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഹിന്ദുക്കളായിട്ടുള്ളവർ അവന് ഭയങ്കരമായിട്ട് എതിർക്കും. അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വിട്ടു, അത്രയും നാൾ സ്നേഹത്തോടെ ഇരുന്ന ഫാമിലിയാണ് ഇവർ. അപ്പോൾ അതൊരു ഭീകരവാദമാവും. ഉപദ്രവിക്കുന്നത് ശരീരത്തെ മുറിച്ചുകൊണ്ട് മാത്രമല്ല, മനസ്സിനെ മുറിച്ചു അത് ഭീകരവാദമാകാം. അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജിക്കൽ ടെററിസ്റ്റ് എന്ന് പറഞ്ഞത്. അവർ പറയുന്ന പോലെ ഈ ബ്രിട്ടീഷുകാർ ചെയ്ത പോലെ ഡിവൈഡ് ആൻഡ് റൂൾ അല്ലേ, അതെ, ഭരിക്കാതല്ല, ഇവരെ ഡിവൈഡ് ചെയ്തിട്ട് കൂട്ടുക, ഗ്രോ ചെയ്യുക. ഇതാണ് അവരുടെ ഒരു ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പെന്തക്കോസ്റ്റുകാർ നമ്മൾ സ്ത്രീകളെയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്വർണം, ആഭരണങ്ങൾ, കാതുകുത്തത്തില്ല, മാലയിടില്ല, വളയിടില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് ഇവർ പോകുന്നത്. പക്ഷേ ഈ പാസ്റ്റേഴ്സ് പറയുന്നു ഈ ആഡംബരമായിട്ടുള്ള ജീവിതം അവർക്ക് ബുദ്ധിമുട്ടാണ്, അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴും ഈ പാസ്റ്റേഴ്സിന്റെ കയ്യിലിരിക്കുന്നത് ഐഫോണും അവർ വന്നിറങ്ങുന്നത് ഇന്നോവ ക്രിസ്റ്റയിലും അതുപോലെ ആഡംബരമായിട്ടുള്ള വീടുകളിലും, അത് ഈവൻ ഫുഡിങ്ങിലാണെങ്കിൽ പോലും തന്നെ വലിയൊരു മെനു ഒക്കെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതുമായി അതിലെന്ത് ലോജിക്ക് ആക്ച്വലി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആക്ച്വലി ക്രിസ്ത്യാനിറ്റിയിൽ ഈ ആഭരണങ്ങൾ ഒഴിവാക്കാൻ എങ്ങും പറഞ്ഞിട്ടില്ല. അതായത് ആഭരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ധരിക്കാം. അതായത് അതിനെ നിങ്ങളൊരു സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് കാണുവാണെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റാണ്. കാരണം ദൈവം തന്നിരിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്, അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മേക്കപ്പോ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ആഭരണങ്ങളോ എന്ത് ധരിച്ചാൽ പോലും അത്
എതിർപ്പല്ല, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല. അത് നിങ്ങളുടെ നാച്ചുറലി എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ പെന്തക്കോസ്തുകാർ എന്തുകൊണ്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക. ഓക്കെ. മുസ്ലിം ആണെങ്കിൽ തട്ടവിടും, ഹിന്ദു ആണെങ്കിൽ ചരട് കെട്ടും, സിന്ദൂരം ഇടും. കുറിയിടും. പക്ഷേ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പെന്തക്കോസ്തും എല്ലാ ക്രിസ്ത്യൻസും ഒരുപോലെ ഇരിക്കും. യെസ് യെസ്, അതെ അതെ, വ്യത്യാസമില്ല. അപ്പം ആഭരണമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയെ കണ്ടാൽ, ഒരു സ്ത്രീയെ കണ്ടാൽ ആ സ്ത്രീയെ തിരിച്ചറിയാൻ എളുപ്പമാണ്, അവൾ പെന്തക്കോസ്താണ്. സി, ഇതിനൊരു ഹിസ്റ്റോറിക്കൽ, എൻ്റെ അറിവിലൊരു ഹിസ്റ്റോറിക്കൽ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് പണ്ട് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻസ്, നമ്മുടെ നാട്ടിലെ ഹിന്ദുസ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് പാവപ്പെട്ടവരായിട്ടുള്ള താഴ്ന്ന ജാതിയിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. അവർ പാടത്ത് പണിയെടുക്കുന്ന വെറും നിസാര കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് ചിലപ്പോൾ ശമ്പളമായിട്ട് കിട്ടുന്നത് ചിലപ്പോൾ ഒരുപാട് അരിയായിരിക്കും, സാലറി കിട്ടില്ല. അതായത് ഇന്നത്തെ പോലത്തെ വേതനം കിട്ടില്ല. അപ്പോൾ ആ ദിവസക്കൂലി കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇവർ ചോദിക്കുമ്പം ജന്മിമാർ ഇവരെ ആട്ടിപ്പയ്ക്കും. പിന്നെ ഇവർ വേറൊരു നാട്ടിൽ ജോലി ചെയ്യാൻ പോയാലോ ഇവന്റെ പേര് ചിലപ്പോൾ പാണെന്നായിരിക്കും, ആ ഒരു പേരായിരിക്കും. അപ്പോൾ ഈ അങ്ങനത്തെ ജാതി വ്യവസ്ഥപരമായിട്ടുള്ള പേരുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവര് ക്രിസ്ത്യാനിറ്റി ഇവിടെ വന്നതിന് ശേഷം ഇവര് അബ്രഹാമും മത്തായിയും ജോണും യോഹന്നാനും അവറാച്ചനും ഇവരൊക്കെ പേര് മാറി. പണ്ടത്തെ ആ പേരിൽ നിന്ന് മാറി ഇവർ ക്രിസ്ത്യൻ പേരുകൾ സ്വീകരിച്ചപ്പോൾ ഇവരുടെ ജാതി തിരിച്ചറിയാൻ പറ്റാതെ. അപ്പൊ അവർക്ക് എന്ത് പറ്റും? ഇവരുടെ നാട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇവരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. കാരണം അവരുടെ സ്കിൻ ടോണോ അല്ലെങ്കിൽ അവരുടെ നല്ല ഡ്രസ്സുകൾ ഇടാത്തത് കൊണ്ടൊക്കെ അവർക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ളതെല്ലാം വിറ്റുപിറക്കി അവരെന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. അതായത് മറ്റൊരു സ്ഥലത്തോട്ട് കുടിയേറി പാർക്കും. കേരളത്തിന്റെ മറ്റൊരു സ്ഥലത്തോട്ട് പോകും. ചിലപ്പോൾ ഈ കോട്ടയത്തുള്ള ഒരുപാട് ആളുകൾ തൃശ്ശൂർ അത്താണി ഭാഗത്തും മറ്റു മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ വന്ന് താമസിക്കാറുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ വരുന്നത്, അത്താണി എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ പറയുന്നുള്ളൂ, ഒരുപാട് ആളുകൾ വയനാട്ടിലും അവിടെയൊക്കെ പോയി താമസിച്ചത് വേറെ സ്ഥലത്തുനിന്ന് വരുന്നതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഇവരിവിടെ വന്നിട്ട് എൻ്റെ പേരെന്താ അവറാച്ചൻ, എൻ്റെ ജാതി പറയണം, ഞാനെന്താ ക്രിസ്ത്യാനി, സത്യക്രിസ്ത്യാനിയാ, നസ്രാണിയാ, അപ്പോൾ എൻ്റെ ജാതി ചോദിക്കില്ല. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ജാതിയില്ല. അപ്പോൾ ക്രിസ്ത്യാനിക്കകത്തും ജാതി ഉള്ളെന്നുള്ള കാര്യം പിന്നീട് അപ്പോഴാരും അങ്ങനെ ചിന്തിക്കില്ലല്ലോ. ഹിന്ദുക്കളിലാണല്ലോ എപ്പോഴും ജാതി വ്യവസ്ഥപരമായിട്ട് ബ്രിട്ടീഷുകാരുടെ റൂള് തൊട്ട് ജാതി കൊണ്ടെന്ന് അവർ ഡിവൈഡ് ചെയ്തേക്കും. അപ്പോൾ അവരങ്ങനെ മാറി. പിന്നെ അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അവർ ഉണ്ടായിരുന്നതെല്ലാം അവരിൽ എന്തെങ്കിലും പൊന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം വിറ്റിട്ടായിരിക്കും അവർ കൃഷി തുടങ്ങുന്നതോ പാട്ടത്തിനെടുക്കുന്നതോ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സീറോയിൽ വരും. അപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ആഭരണങ്ങളും അവിടെ ഉള്ള എല്ലാവരും ഇട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായി? ആഭരണങ്ങൾ ഇല്ലാത്തവരായി ക്രിസ്ത്യൻസ്, പെന്തക്കോസ്തുകാർ മാറി. പിന്നീട് ആ സിസ്റ്റം മുമ്പിലോട്ട് പോകും തോറും ഇവർ ബാൻ ചെയ്യാൻ തുടങ്ങി. പെന്തക്കോസ്തുകാർ പണ്ട് മുതലേ, നമ്മുടെ തലമുറകൾക്ക് മുമ്പ് തൊട്ട് പൂർവ്വന്മാര് മുതലേ പെന്തക്കോസ്ത്. ശരിക്കും ഈ പൂർവികരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർവികരുടെ പേര് കോരനും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് പേര് വരുന്നത്. അതെ അതെ അതെ. പിന്നീടാണ് കാത്തലിക് റെവല്യൂഷൻ, ബെഞ്ചമിൻ ബ്രെയ്ലി വരുന്നത്, ബൈബിള് കൺവേർട്ട് ചെയ്യുന്നത്, സീമസ് പ്രസ് തുടങ്ങുന്നതും, ബൈബിള് വർഷങ്ങൾ കൊണ്ട് ബൈബിള് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റുന്നതും പിന്നെ തമിഴിലോട്ട് പോകുന്നതും, അങ്ങനെ തമിഴ്നാട്ടിലുള്ളവരും ശ്രീലങ്കയിലുള്ളവരും ഒക്കെ പേര് മാറുന്നതും എല്ലാം ഇങ്ങനെയാണ്. അവരുടെ ഫാമിലി പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഹിന്ദുക്കളാണ്. മനസ്സിലായി. അപ്പം ഈ ശരിക്കും ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്ററുടെ മകനാണ്, പക്ഷെ അത്ര ശക്തമായിട്ട് ഈ ഒരു വിഭാഗത്തെ എതിർക്കുന്നു. ഈ വീട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പോൾ? ആദ്യത്തെ പ്രതികരണമൊക്കെ അടിപൊളിയായിരുന്നു. ആദ്യമേ ഞാൻ ഈ രാത്രിയിൽ നമ്മളെപ്പോഴും വീട്ടു പ്രാർത്ഥനയുണ്ട്. അതായത് കുടുംബ പ്രാർത്ഥന എന്ന് പറയും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പപ്പയും ഞാനും മക്കളെല്ലാവരും മമ്മി എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പ്രാർത്ഥന. അപ്പോൾ ഞാൻ ബീഹാറിലായിരുന്നതുകൊണ്ട് പപ്പയും ഞാനും മാത്രം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ രാത്രി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്കൊരു ട്രിഗർ പോയിന്റ് അടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ മതങ്ങളൊന്നും ശരിയല്ല, നിങ്ങൾ പറയുന്ന എല്ലാം മണ്ടത്തരമാണ്, എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അതുവരെ നല്ല വിശ്വാസിയായിരുന്നു. കാരണം അന്ധത എന്ന് പറഞ്ഞ സാധനം അതുവരെ മൂടിയിരുന്നു. അത് മാറണം എന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് വരണമായിരുന്നു. ആ ലൈറ്റ് വന്നപ്പോൾ എനിക്ക് എല്ലാം തെളിയാൻ തുടങ്ങി.
അതുവരെ ഇരുട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ചെയ്യുന്ന മണ്ടത്തിനല്ല ഓരോന്നോരോന്നോരോന്നോരോന്ന് ഞാൻ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അയ്യോ ഞാൻ ഇങ്ങനെയാണല്ലോ, ഐ വാസ് സ്റ്റുപ്പിഡ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ പപ്പ ഇങ്ങനെ ദൈവം അയാളെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം അത് ഡോക്ടറല്ലേ ശരിയാക്കി, ഡോക്ടർ ഉണ്ടെങ്കിലും ദൈവം ഇല്ലാതെ എങ്ങനെ ചെയ്യണമെന്ന് പപ്പ പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോഴേ മനസ്സിലായി, ലോജിക്കലി ഡോക്ടറും മരുന്നുമാണ് വർക്ക് ചെയ്തത്. ദർ ഈസ് നോ ചാൻസ് ഓഫ് ഗോഡ് ആൻഡ് പവർ, അല്ലെങ്കിൽ ഒരു ഓൾമൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു സൂപ്പർ പവറിൻ്റെ യൂസ് അവിടെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഓരോന്ന് ഇങ്ങനെ കത്തുന്നു തുടങ്ങി. ഞാൻ ഇങ്ങനെ ബാക്കിലൂടെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പനി വന്നപ്പം മരുന്നാണ് മാറ്റിയത്, പ്രാർത്ഥനയല്ല. എനിക്ക് ഇത് വന്നപ്പോൾ സർജറിയാണ് ശരിയാക്കിയത്, ഡോക്ടറാണ്, അല്ലാതെ ഇതല്ല. ഇങ്ങനെ പുറകിലോട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ബൈബിളിൻ്റെ ഒരറ്റത്ത് വന്ന് നിൽക്കാൻ തുടങ്ങി. അപ്പം ബൈബിള് ആദ്യം തൊട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ ബൈബിളിന് വിശ്വാസിയുടെ പുറത്ത് വന്നിട്ട് ഒരു അവിശ്വാസി വായിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ള ഇതിൽ വായിക്കാൻ തുടങ്ങി. അതെ, വിശ്വാസി വായിക്കുമ്പം അടിപൊളി അത്ഭുത കഥകളാണ്. പക്ഷേ വിശ്വാസിക്ക് പുറത്ത് വരുമ്പോൾ ഞാൻ വ്യത്യാസമാണ്. അതായത് തമിഴ്നാട്ടിലിരുന്ന് വിജയെ പ്രശംസിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സംഭവമാണ്. പക്ഷെ തമിഴ്നാട്ടിൽ പുറത്ത് കേരളത്തിലൊരാൾക്ക് അതൊരു കോമഡിയാണ്. ഇതുപോലെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ബൈബിളിനെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, ചോദ്യം നമ്പർ 1. അപ്പോൾ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവമല്ല ആദി, ദൈവത്തിന് മുമ്പ് ആദി ഉണ്ടായിരുന്നു. ദൈവം നേരത്തെ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പ് ഒരു ആദി വരണ്ടേ? ആദ്യം കോഴിയാണോ മുട്ടയാണോ? അതെ, ഇപ്പൊ ദൈവത്തിന് മുമ്പ് ഒരു ആദി ഉണ്ടെങ്കിലല്ലേ ദൈവത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദൈവം സ്റ്റാർട്ട് ചെയ്യണം. ടൈമിനെ ദൈവം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ടോട്ടലി ഒരു എന്താ പറയുക, ലോജിക്കില്ലായ്മ ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ ഓരോ കഥകൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പം ആദത്തിൻ്റെ ഹവ്വയുടെയും കഥകൾ വരുന്നു. അപ്പോൾ ആദം ഹവ്വയും ദൈവം ഉണ്ടാക്കിയെന്ന് പറയുന്നു. അവർക്ക് 2 മക്കളുണ്ടെന്ന്, കൈന് ഹാബിൽ. ഹാബിലും കൈനും കൂടെ യാഗം നടത്തുന്നു. കൈൻ ഒരു പച്ചക്കറി കൃഷി നടത്തുന്ന ഒരുത്തനായിരുന്നു. ഹാബൽ എന്ന് പറഞ്ഞത് ഒരു ആടിനെ വളർത്തുന്ന ആടുമാടുകളെ വളർത്തുന്ന ഒരാളായിരുന്നു. ഇവർ 2 പേരും യാഗം നടത്തിയപ്പം ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ആടിനെ യാഗവാക്യവനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവത്തിന് നോൺ വെജ് മാത്രമേ ഇഷ്ടമുള്ളൂ, പച്ചക്കറിക്കാരൻ പച്ചക്കറി കൊണ്ടുവന്ന് യാഗം കഴിച്ചപ്പോൾ ദൈവത്തിന് കൊടുത്തപ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം അത് എന്ത് ന്യായമാണെന്ന് ഞാൻ ചോദിച്ചു. ഇപ്പൊ അതപ്പം ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിച്ചു, ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ കയ്യിൽ എന്തുണ്ടോ അത് ദൈവത്തിന് മതി. നിന്റെ കയ്യിൽ പണമാണെങ്കിൽ അത് കൊടുത്തോളൂ, നിന്റെ കയ്യിൽ ആടാണെങ്കിൽ അത് കൊടുത്തോളൂ, നിന്റെ കയ്യിൽ ഇരിക്കുന്ന മത്തങ്ങ ആണെങ്കിൽ അതും കൊടുക്കാം. ചർച്ചിൽ കൊണ്ടു കൊടുക്കുന്നിട്ടല്ലേ വലിയ വലിയ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അവർക്ക് ചിലപ്പം പണമായിരിക്കാം, ചിലപ്പോൾ കാറായിരിക്കാം, നേർച്ച കൊടുക്കുന്നത് അങ്ങനെയല്ലേ. ഇപ്പം നിന്റെ കയ്യിൽ എന്താണുള്ളത് അത് കൊടുക്കാം. പക്ഷേ ഇവിടെ എന്ത് ന്യായമാണ് സംഭവിച്ചത്? ദൈവത്തിന് ഈക്വലി അയാൾ 2 പേരും ചെയ്തത് ഒരുപോലെയാണ്, ഒരേ സമയത്താണ്. പക്ഷെ ആടിനെ മാത്രം ദൈവത്തിന് യാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവം എന്ത് ക്രൂരനാണ്? അപ്പോൾ ദൈവത്തിന് മട്ടൻ കറി മാത്രമേ ഇഷ്ടമുള്ളൂ, ഞാൻ സാമ്പാർ വെച്ചൊന്ന് കഴിക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അത് ചോദ്യം ചെയ്യലായി. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മുമ്പോട്ട് പോയി. പിന്നെ കൈൻ എന്നൊരു ഹാബലിനെ കൊന്നു കളഞ്ഞു. അത് നല്ല യാഗം കഴിച്ച് യാഗം പ്രസാദിച്ചു. ദൈവം അവൻ്റെ മുമ്പിൽ വന്നു, നീ നല്ലത് ചെയ്തു എന്നും പറഞ്ഞ് അവനെ പ്രശംസിച്ചിട്ട് കായിൻ അവനെ കൊന്നു കളഞ്ഞപ്പം ഈ യാഗം ചെയ്തിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? കായിന് പ്രസാദിച്ചുമില്ല, പ്രസാദം കിട്ടിയവനാണ് ഈ ചാവുകയും ചെയ്തു. എന്ത് പ്രയോജനം ഉണ്ടായി? അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആക്സിഡൻറ്റിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? ഇതൊന്നും ചെയ്യാത്തതും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അല്ലെങ്കിൽ എന്നെ വണ്ടി ഇടിച്ചാൽ, ഞാൻ മരിച്ചു പോയാൽ, ഞാൻ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഒരു ഹിന്ദു വന്നിട്ട് എന്നെ ഇടിച്ചാൽ, ഒരു ദുഷ്ടനായൊരു ഹിന്ദു ഒന്ന് മരിച്ചിരുന്ന, ദുഷ്ടനായൊരു മുസ്ലിം ഒന്ന് ഇടിച്ചാൽ, ഞാൻ മരിച്ചു പോയിട്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് പ്രയോജനം? ഞാൻ ഓരോ ചോദ്യങ്ങളും ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് അവസാനത്തെ ചോദ്യത്തിൽ കൺഫ്യൂസ് ആയി പോയത്, അതായത് അവർക്ക് ഉത്തരം മുട്ടിപ്പോയത് ഒരു ചോദ്യമാണ്. അതായത് കായിൻ ഹാബൽ 2 ആമക്കളാണ്. അപ്പോൾ കായിൻ്റെ പരമ്പരയാണ് നമ്മളൊക്കെ. കായിൻ നിന്നുണ്ടായ മക്കൾ അങ്ങനെയാണ് വന്നേക്കുന്നത്. ആകെ ഉള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദത്തിൻ്റെ ഭാര്യയായ ഹവ്വയാണ്. ഈ ഹവ്വാമ്മച്ചിയായിട്ട് എന്തായാലും ശാരീരിക ബന്ധത്തിൽ മകൻ ഏർപ്പെടാൻ പറ്റില്ല. അപ്പോൾ കായിൻ ആരെ കല്യാണം കഴിച്ചു? ഇതിന് മാത്രം ബൈബിളിൽ ഉത്തരവില്ല. പിന്നീട് തുടങ്ങുന്നത് നോഹയുടെ കാലഘട്ടം, നോഹയുടെ പെട്ടകത്തിൻ്റെ കാലഘട്ടം. ഈ ഗ്യാപ്പ്, അപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇല്ലാതെ എങ്ങനെ നടക്കും? ദൈവം പുതിയൊരു സ്ത്രീയെ സൃഷ്ടിച്ചതായിട്ടില്ല, ഹവ്വയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ടില്ല, വേറൊരു അറ്റത്ത് വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നതായിട്ടോ അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് കൊണ്ടുവിട്ടതായിട്ടോ ഇല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു?
മാജിക്കൽ ബർത്ത് ആയിരിക്കും. യെസ്. അപ്പോൾ കായിൻ്റെ മക്കളായ നമ്മൾ എങ്ങനെ കായിന് എങ്ങനെ മക്കളുണ്ടായി എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഉത്തരവില്ല. അപ്പോൾ ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല, ദൈവത്തിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു മിസ്സിങ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന മണ്ടത്തരങ്ങളെ നിങ്ങൾ ന്യായീകരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ വേറൊരു മതപുസ്തകത്തിനകത്തെ കാര്യം എടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈവിട്ടിച്ചിരിക്കും. അയ്യേ, ഇതിൻ്റെ പുസ്തകത്തിനകത്ത് ഒരു സ്ത്രീ ഇല്ലാതെ മക്കളുണ്ടായി എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. പക്ഷെ സ്വന്തം പുസ്തകത്തിൽ വന്നപ്പോൾ അത് ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഔട്ട് ഓഫ് ലോജിക്. അങ്ങനെ ചോദ്യങ്ങൾ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ സംസാരിക്കും. എന്നാലും പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. ഞാൻ കീബോർഡ് ഗിറ്റാറൊക്കെ വായിക്കും. വർഷിപ്പ് ലീഡറൊക്കെ ആയിരുന്നു. അപ്പോൾ മെയിൻ സ്ട്രീം ആയിട്ടുള്ള കുറേ വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്. ഈ നന്ദകുന്ത് എന്നൊക്കെ പറയുന്ന പോലെ വലിയ വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ. അവരുടെ കൂടുതലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചർച്ചിൽ കീബോർഡ് വായിക്കുക, പപ്പ പാട്ട് പാടുക, അങ്ങനെ പരിപാടികളൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വായിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കാനൊന്നും പരിപാടിക്കൊന്നും ഞാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഏലിയൻസ് ഉണ്ടോ? അത് ഞാൻ കോമൺ ആയിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു ആളെന്ന് നിർത്തിയിട്ട് ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്തപ്പോൾ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിലോട്ട് പോയി. അപ്പോൾ ആ ഗ്രൂപ്പിൽ അവിടുത്തെ ബീഹാറിലെ കുറേ പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബീഹാറിലെ ഒരു ഗ്രൂപ്പാണ്. കുറേ പാസ്റ്റേഴ്സും ഈ പാസ്റ്റേഴ്സ് ഗ്രൂപ്പ് അല്ല, ക്രിസ്ത്യൻ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ബീഹാർ മലയാളീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ മെജോറിറ്റി മലയാളീസ് അങ്ങനെ കൂടുതൽ അവിടെ ഉള്ളത് ക്രിസ്ത്യൻസ് പെന്തക്കോസ്റ്റ് പാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പോൾ ആ ഗ്രൂപ്പിലോട്ട് ഞാൻ ഇതിട്ടു. അപ്പോൾ ഇട്ടപ്പോൾ അതിനകത്തൊരു പാസ്റ്റർ, പുള്ളി എന്നെ കണ്ടിട്ട് പോലില്ല, ഒരു നല്ല പ്രായമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി പെട്ടെന്ന് ഏലിയൻസ് ഉണ്ടെന്നതിന് ഒരു തെളിവില്ല. ഞാൻ പറഞ്ഞു തെളിവുണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടില്ലല്ലോ, ഏലിയൻസ് ഉണ്ടോ എന്ന് ചോദ്യമാർക്കോടാണ് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നത്. ഞാൻ നാസയുടെ എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. MSc ഫിസിക്സിൽ എനിക്ക് ഇതുണ്ട്, ഗ്രാജുവേഷൻ ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞാണ് അത് കഴിഞ്ഞാണ് പറഞ്ഞ ഗ്രൂപ്പിൽ പുള്ളി എനിക്കൊരു പാസ്റ്ററാണ്. പുള്ളി തർക്കിക്കുക. എന്നിട്ട് പുള്ളി സ്വന്തമായിട്ട് സ്കൂൾ നടത്തുന്ന ആളാണ്. ഞാൻ അതാ പറഞ്ഞത്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ പുള്ളി അതിൻ്റെ പ്രിൻസിപ്പളോ സംതിങ് ആണ്. അപ്പോൾ പുള്ളിക്ക് അങ്ങ് ഈഗോ ഹട്ടാണ്. പുള്ളി നാസയുടെ ഞാൻ എല്ലാം നോക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കടലിൽ നിന്ന് ഒരു സ്പൂൺ വെള്ളം എടുത്തിട്ട് അയ്യേ ഇതിനകത്ത് മീനില്ല എന്ന് പറയുന്നതും കടലിലേക്ക് ഇറങ്ങി മീൻ പിടിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് ഏലിയൻസിന് തെളിവില്ല എന്ന് പറയുന്നത് എത്ര അബദ്ധമാണെന്നുള്ളതിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ ഇട്ട് പ്ലീസ് ചെക്ക് മൈ വീഡിയോ, വാച്ച് മൈ വീഡിയോ ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രോ എന്ന് പറഞ്ഞിട്ടു. അപ്പോൾ ഞാൻ ഇയാളുടെ പ്രായം വരത്തില്ല, DP ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇയാളുടെ മരുമോനും ആ ഗ്രൂപ്പിലുണ്ട്. എന്നെ വിളിച്ചിട്ട് എൻ്റെ അമ്മായപ്പനെ നീ ബ്രോ എന്ന് വിളിക്കുന്നോടാ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അമ്മായപ്പനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇയാളെ എനിക്കറിയാം, ഈ വിളിച്ച ആളെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മായപ്പനാണെങ്കിൽ എനിക്കെന്താ, ഞാൻ അതിനകത്ത് ഒരു അബദ്ധം പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ മതത്തിനെതിരായിട്ടും പറഞ്ഞിട്ടില്ല. ഏലിയൻസ് ഈസ് എ കോമൺ ടോപ്പിക്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ആർക്കും വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ഒരു നോർമൽ സ്റ്റഡീസിലുള്ള റിസർച്ചിലുള്ള ഒരു ടോപ്പിക്കാണ്. അത് ആർക്കും സംസാരിക്കാം. പെന്തക്കോസ് കാര്യങ്ങൾ മാത്രമേ ഈ ഗ്രൂപ്പിൽ ഇടാൻ പറ്റുന്നുള്ളൂ, അങ്ങനൊന്നും ഇല്ലല്ലോ. പക്ഷേ അത് ഭയങ്കര വിഷയമാക്കി. അപ്പോൾ എൻ്റെ വീഡിയോസിനകത്ത് ഞാൻ ഏത്തീസത്തിനെ പറ്റി പറയുന്ന വീഡിയോസ് എല്ലാം പൊക്കിക്കൊണ്ട് വന്ന് സ്ക്രീൻഷോട്ട് ഇടാൻ തുടങ്ങി ഗ്രൂപ്പിൽ. എന്നിട്ട് ഇവരൊരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചു. അപ്പൊ തന്നെ വേറൊരു ഫോം വിളിച്ച് ഒരു ഗ്രൂപ്പ് കോളൊക്കെ ചെയ്തിട്ട് അവർ വേറൊരു കമ്മിറ്റി തീരുമാനിച്ചിട്ട്, ഇവനാ മറ്റേ ജേക്കബ് പാസ്റ്ററിന്റെ മോനാ, ഇവൻ ശരിയല്ല, ഇവൻ മതം വെച്ച് നശിപ്പിക്കാൻ വേണ്ടി, മതത്തിനെ കുറ്റം പറഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള. ഞാനിതൊന്നും ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അൾട്ടിമേറ്റ്ലി പറഞ്ഞത് ഏലിയൻസ് ഉണ്ടെന്നാ. ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട് അതിനകത്ത്. അപ്പോൾ ഏലിയൻസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അതങ്ങ് വലിയ ഇഷ്യൂ ആക്കി. പപ്പ അപ്പോൾ ഗയയിലാണ്, ബീഹാറിൽ ഗയയിൽ പോയിക്കോ, ബോധ് ഗയ കേട്ടിട്ടില്ലേ, ഗയയിൽ പോയിക്കോ. അപ്പോൾ ഗയയിൽ എന്തോ ചർച്ചിൻ്റെ പരിപാടി ആയിട്ട് പ്രാർത്ഥന പരിപാടിയൊക്കെ ആയിട്ട് പോയിക്കോ. പപ്പ അവിടുന്ന് ഫോൺ വിളിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കണം. സ്പോട്ടില് ഫോൺ വിളിച്ചിട്ട് ഗ്രൂപ്പിൽ പ്രശ്നം നടക്കുക, ഇവര് ഫോഴ്സ് ചെയ്യാ. ഏലിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ, അതാണ് വീഡിയോ. സീരിയസ്ലി അവര് കണക്ട് ചെയ്തത് അൾട്ടിമേറ്റ്ലി എന്നെ തകർക്കുക എന്നുള്ളതാണ്. അവിടെ ഏത്തിസം, ഞാൻ പെന്തക്കോസ്തുകാർക്കെതിരെ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിനെ കൺവിൻസിങ് ആയിട്ടുള്ള തെളിവില്ല എന്നുള്ളത് വേറെ വീഡിയോസിനൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഗ്രൂപ്പിലില്ല. ഏലിയൻസിന്റെ വീഡിയോ വന്നതാണ്. ഇവര് അയാളെ ബ്രോ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം മരുമോനാണിത് അങ്ങോട്ട് കത്തിച്ചു. അയാൾ അങ്ങോട്ട് ഇതാക്കി പപ്പായെ വിളിച്ചിട്ട്, പപ്പായ്ക്ക് ഒരാൾ ഒരു ടാറ്റ സുമോ കൊടുത്തിരുന്നു ഫ്രീ ആയിട്ട്. കുറേ വണ്ടിയുള്ള ഒരാൾ വെറുതെ ഒരു വണ്ടി
ഏകദേശം 2 വർഷത്തിനുള്ളിൽ പേപ്പർ തീരുന്നൊരു വണ്ടി. അപ്പോൾ പപ്പായ്ക്ക് കൊടുത്തു, വണ്ടി തിരിച്ചു വേണമെന്ന് പറഞ്ഞു. കയ്യിൽ എനിക്ക് ഒരു പാസ്റ്റർ എനിക്കൊരു ലാപ്ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു വാങ്ങിച്ചു. ക്യാമറ ഉണ്ടായിരുന്നു ക്യാനോൻ്റെ, അത് തിരിച്ചു വാങ്ങിച്ചു. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ. പപ്പായെ വിളിച്ചിട്ട് ഫോഴ്സ് ചെയ്ത് ഏറ്റവും അവസാനം പപ്പ വിളിച്ചിട്ട് പറഞ്ഞു, വിശ്വാസികളുടെ പൈസ കൊടുക്കുന്ന വീടാണ്, ഇറങ്ങിപ്പോക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ 2 കൽ വിളിച്ചപ്പോൾ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ പപ്പ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിലോട്ട് കയറുന്ന സമയത്ത് പപ്പയുടെ കയ്യിൽ നിന്ന് ഫോൺ മിസ്സായി. ഏതോ ഒരു ഫോണിൽ നിന്ന് 6 ഫോൺ മേടിച്ചിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഫോൺ മിസ്സായി, നീ വണ്ടി എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി ഇരുന്ന ആളാണ്. എന്നിട്ട് പപ്പ വീട്ടിലോട്ട് വരുന്നു. ആ പോലീസിലോട്ട് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അന്ന് രാത്രി പറഞ്ഞു, എനിക്ക് വയറ്റിനകത്ത് ഭയങ്കര ഗ്യാസ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി 5 മണിയൊക്കെ അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ആശുപത്രി പോകണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വയറിന് ഭയങ്കര വേദനയാണ്. അപ്പോൾ എനിക്ക് ഏകദേശം തോന്നി കിഡ്നി സ്റ്റോൺ ആയിരിക്കും. അപ്പോൾ ഞാൻ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞു സ്റ്റോൺ ആവാനാണ് സാധ്യത. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫും കോളയും മെയിനാണ്. പെന്തക്കോസ് ബീഫും കോളയും. അതായത് ഒന്ന് ബീഹാറിലെ ചൂട്, തണുപ്പ് എപ്പോഴും വേണമല്ലോ, തണുത്തത് കുടിക്കാണ്ട്. ബീഹാറിലെ പിന്നെ ബീഫ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു വികാരമാണ്. ഞായറാഴ്ച പണികളെല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇത് ബീഫ് കറിയും ചോറും കഴിക്കുന്നത്, ബീഫും കപ്പയും കഴിക്കുന്നത് നോർമൽ ഒരു സംഭവമാണ്. ഇത് കോട്ടയത്തൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കോമൺലി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൊളസ്ട്രോളും കിഡ്നി സ്റ്റോൺ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഭയങ്കരമായിട്ട് ഉണ്ടാവാറുള്ളതാണ് പെന്തക്കോസുകാർക്ക്. പാസ്റ്റേഴ്സിന് വയറ് ഭയങ്കരമായിട്ട് വെക്കുക, കുടവയറാകുക, നടക്കാൻ പറ്റാതാകുക, യൂറിക് ആസിഡ് കൂടുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഉണ്ടാകുന്നത്. കൊളസ്ട്രോൾ വന്നിട്ട് സ്ട്രോക്ക് വരിക, അല്ലെങ്കിൽ ബ്ലോക്ക് ആവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവർക്ക് വളരെ കൂടുതലാണ്. അല്ലാതെ ക്യാൻസറും ബാക്കിയുള്ള അസുഖങ്ങളും അല്ല കൂടുതൽ വരുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് കൂടുതൽ. ബാക്കിയുള്ളവർക്ക് ആൽക്കഹോളിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈറൽ ഫീവർ അങ്ങനത്തെ വരും. ഇവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പം ഞാനത് പ്രഡിക്റ്റ് ചെയ്തു കിഡ്നി സ്റ്റോൺ ആയേക്കാം. അപ്പോൾ വേദന പറഞ്ഞ സ്ഥലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഏകദേശം ഇത് പറഞ്ഞു. ഇത് പപ്പ എന്നിട്ട് ഗ്യാസെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കോള മേടിച്ച് പിന്നെയും കുടിച്ചു, ഗ്യാസ് പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവർ സ്കാൻ ചെയ്ത് ഇപ്പോൾ സ്റ്റോണാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിൻ്റെ ചികിത്സയ്ക്കൊക്കെ പാസ്റ്റർമാരിൽ നിന്ന് അവിശ്വാസിയായ നിരീശ്വരവാദിയായ ഞാനാണ് നിന്ന്. ഫുൾ ഡേ നിന്നു, ബാത്റൂമിൽ കൊണ്ടുപോയി എല്ലാം ചെയ്യിപ്പിച്ചു. ഇവൻ ട്യൂബ് വരെ ഇട്ടു. എല്ലാം ഇട്ട് കിടന്നിട്ട് ഏകദേശം 7-8 ദിവസത്തോളം ഞാൻ തന്നെ ആശുപത്രിയിൽ നിലത്ത് കിടന്നുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ചത്. അല്ല, ആ ഒരു ടൈമിൽ ഇത് പ്രാർത്ഥിച്ചാൽ മാറും എന്ന് പറഞ്ഞിട്ടില്ല. സംഭവം പറയാം. അത് കഴിഞ്ഞിട്ട് അപ്പൊ പ്രാർത്ഥന ഒന്നും ഇല്ല, ഞങ്ങള് മരുന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്ന ആളാണേ. ചിന്തിക്കുക, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ വയറുവേദന ആദ്യം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് കോള വിളിച്ചിട്ടാണ് ട്രെയിനിൽ വന്നിട്ട് ഫോണൊക്കെ മിസ്സാകുന്നത്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഈ ആശുപത്രിയിൽ പരിപാടി എല്ലാം കഴിഞ്ഞു വീട്ടിലോട്ട് വന്നു. അപ്പോൾ അന്ന് രാത്രി പഴയ പോലെ തന്നെ രാത്രി പ്രാർത്ഥന. അപ്പോൾ ഞാൻ കീബോർഡൊക്കെ ആയിട്ടിരിക്കുന്നു, പപ്പ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നീ ചെയ്തത് വളരെ മോശമായി, ഇത്ര ദിവസം ഞാൻ ആശുപത്രിയിലായിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, നീ കാരണം എനിക്കുണ്ടായ അപമാനം ഒന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പം ഞാൻ ഓക്കെ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. വെറുതെ എന്തിനാ, വിശ്വാസിയുടെ വികാരം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്, കാരണം അവരങ്ങനെ വളർന്നു വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് മാറ്റിയപ്പോഴാണ്. പള്ളിയുടെ വാതിക്കൽ കൂടെ പള്ളിയുടെ ആശുപത്രിയിലോട്ട് പോകുന്നത് നിങ്ങൾ ദൈവത്തിനോട് കാണിക്കുന്നത് നന്ദികേടല്ലേ? ദൈവത്തിന് പുറം പൊട്ടനാക്കണോ എന്ന് ചോദിച്ചു. പള്ളിയുടെ ഹോളി ഫാമിലി എന്ന ഹോസ്പിറ്റലിൻ്റെ പേര്. ഹോളി ഫാമിലി എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ ഹോസ്പിറ്റലാണ്. നമ്മുടെ ചർച്ചും കഴിഞ്ഞ് കത്തോലിക്കരുടെ ചർച്ചും കഴിഞ്ഞിട്ട് കത്തോലിക്കരുടെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കർത്താവിന് സ്തുതി പറയുന്നത് അത് എന്ത് ലോജിക്കാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ മേലെ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് വായിക്കുന്നു. ലഡ്ഡു പൊട്ടിയ സന്തോഷമായി. കാരണം എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ്. പിന്നെ ഞാൻ ഇരുന്നിട്ടില്ല. അതാണ് അങ്ങനെയാണ് അവിടുന്ന് വീട്ടിലിറങ്ങി. ശരിക്കും ഇവര് ഈ നോർത്ത് ഇന്ത്യയില് സുവിശേഷ വേല എന്ന് പറഞ്ഞിട്ട് ഈ പാസ്റ്റേഴ്സ് ഈ ഭയങ്കരമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ആ ഒരു സാഹചര്യത്തെ ചൂഷണം ചെയ്ത് ഒരുപാട് തരത്തില് അവരുടെ അതിനെ മുതലെടുത്ത് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ വഞ്ചിക്കുകയല്ലേ? അപ്പം ഈ നിങ്ങളുടെ ഫാദറും ഈ ഒരു പാസ്റ്റർ ആവുമ്പം പുള്ളി ഇതിന്റെ ഒരു പാർട്ടാകുകയല്ലേ?
ഓഫ് കോഴ്സ്, അതെ അതെ. ഈ പാവപ്പെട്ടവരെ തന്നെ തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വീക്ക്നെസ്സസ് ഉണ്ട്. യെസ്, അവർക്കൊന്ന് ഫിനാൻഷ്യലി അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. അവർ ആ ഗ്രാമത്തിൽ അവരുടെ കൃഷിയും അവരുടെ ആടും മാടും പശുവും കോഴിയൊക്കെ ആയിട്ട് അവർ കഴിഞ്ഞു വന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ അവരുടെ ഭക്ഷണം തന്നെ റൊട്ടിയും ഡാലുകറിയൊക്കെ ആയിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തുള്ള ആളുകളെ പോയിട്ട് അവരെ കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം അവർക്ക് നമ്മുടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്, എന്നെ ഇപ്പോൾ സൈക്കിൾ കാണിച്ച് മോഹിപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല, പറ്റത്തില്ല. പക്ഷെ കാറ് കാണിച്ചു പറ്റും. യെസ്, അതാണ്. എൻ്റെ കയ്യിൽ എന്താണോ ഇല്ലാത്തത്, എൻ്റെ മതം എന്താണോ എനിക്ക് തരാത്തത്, എൻ്റെ മതത്തിലുള്ളവർ എനിക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്തു തരുന്നില്ല, അത് മറ്റൊരു മതത്തിലുണ്ടെന്ന് കാണിക്കുമ്പോൾ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവർ സൈക്കോളജിക്കലി ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ, അതായത് പെന്തക്കോസുകാർ ഇവിടുന്ന് സ്വന്തം കുടുംബത്തെ വിട്ട് പട്ടിണി അടക്കാൻ വേണ്ടി അവിടെ പോകുന്നുണ്ടെങ്കിൽ അവർ അതായത് തീവ്രവാദികൾ എങ്ങനെയാണോ സ്വന്തമായിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി അവർക്ക് എങ്ങനെ മാനസികാവസ്ഥ, ചാവേറുകളാവാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥ ഉണ്ടായത്, ആ ജിഹാദി സ്വഭാവം തന്നെയാണ് ഇവർക്ക്. സ്വയം പൊട്ടിത്തെറിക്കുന്നില്ലെന്നേ ഉള്ളൂ, സ്വയം സാക്രിഫൈസ് ചെയ്യണം. കുറച്ചുകൂടെ സൈലന്റ് ആണ്. യെസ്, അത് 2 ടൈപ്സ് ഓഫ് ടെററിസം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് വയലന്റ് ആയിട്ടുള്ളവരും, ഒന്ന് സൈക്കോളജിക്കൽ ആയിട്ടുള്ളവരും. നമുക്കിപ്പോൾ കാണാം, ഈ പച്ചക്കറി കടയിലോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് പച്ചക്കറി 100 പറഞ്ഞ് വിൽക്കുന്നവരും ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റ് സൈലന്റ്, ജസ്റ്റ് ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ. ബൈ വൺ ഗെറ്റ് വൺ. യെസ്, അതാണ് ആ മാർക്കറ്റിംഗ് ഡിഫറൻസ് ആണ്. സൈക്കോളജിക്കലി ദാറ്റ് ഈസ് എ ബ്രാൻഡ്, ദിസ് ഈസ് വയലൻസ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ സ്നേഹമാണ്, സമാധാനമാണ്, സന്തോഷമാണ്, സാക്രിഫൈസിങ് ആണ്. അങ്ങനെ പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതിനേക്കാളും ബെറ്റർ, വി ആർ ബെസ്റ്റ് റിലീജിയൻ ഇൻ ദി വേൾഡ് എന്ന് കാണിക്കാൻ ഈസിയാണ്. അപ്പം ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ ഹോസ്പിറ്റലിൻ്റെ കേസസ് പറഞ്ഞതുകൊണ്ട് പറയണം, നമ്മുടെ ഇവിടുന്ന് ആലപ്പുഴ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കൃപാസനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, ആദ്യം ജസ്റ്റ് ചെറിയൊരു സ്ഥലമായിരുന്നു, പിന്നീട് അതൊരു വലിയ സ്ഥലമായി. ഇപ്പോൾ അവിടെ നമ്മൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഹൈവേയുടെ 2 സൈഡിലും ഭയങ്കര ബ്ലോക്കാണ്, ഇഷ്ടംപോലെ വിശ്വാസികൾ. അത് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിൽ നിന്നുമുണ്ട്. പക്ഷെ അവിടെ പറയുന്നത് ജസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ കൃപാസനത്തിന്റെ പേപ്പർ വായിച്ചത്. ആ പേപ്പർ താഴെ വിരിച്ച് കിടന്ന് ഞാൻ അതിന്റെ പുറത്തേക്ക് കിടന്ന സമയത്ത് എനിക്ക് എന്റെ നടുവേദന മാറി. അങ്ങനെ ഒരുപാട് ആളുകൾ ടെസ്റ്റിമോണിയൽസ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും മെഡിക്കൽ സയൻസും ഈ പറയുന്ന ദൈവത്തിന്റെ ലോജിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? കൃപാസനം എന്ന് പറഞ്ഞൊരു കൾട്ടാണ്. പണ്ട് അമേരിക്കക്കാരിലെ ഒരു ജോൺ ഫ്രം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജോൺ ഫ്രം അതൊരു അമേരിക്കൻ ആർമിയിലുണ്ടായിരുന്ന വേൾഡ് വാർ 2 ടൈമിൽ ഒരു ഐലൻഡിൽ പോയി. അപ്പോൾ ആ ഐലൻഡിൽ കുറേ ആഫ്രിക്കൻ ആദിവാസികളുണ്ടായിരുന്നു. അപ്പോൾ ആ ആദിവാസികൾ ആഫ്രിക്കൻ ആണെന്ന് തോന്നുന്നു, ആദിവാസികളാണ്. അപ്പോൾ ജോൺ ഫ്രം എന്ന് പറഞ്ഞിട്ടൊരു കൾട്ടിനെ പറ്റി സെർച്ച് ചെയ്താൽ കിട്ടും അത്. അപ്പോൾ അവരവിടെ ചെന്നിട്ട് അവിടുത്തെ ആളുകൾ പുള്ളി എന്നിട്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു പോയി. അവിടുത്തെ ആളുകൾ അന്ന് മുതൽ ഈ ജോൺ ഫ്രം തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളി വന്ന മറ്റേ എന്താ പറയുന്നത്, പുള്ളിയുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിൻ്റെ പടം വെച്ചിട്ട് അതിൻ്റെ രൂപം മുളകൾ കൊണ്ടുണ്ടാക്കി അതിനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അതൊരു കൾട്ടായിട്ട് മാറി. ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. അതായത് ആരൊക്കെയോ എന്തൊക്കെയോ കാണിച്ചിട്ട് കോയിൻസിഡൻ്റ് ആയിട്ട് നടന്ന എന്തൊക്കെയോ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരതിനെ മാർക്കറ്റ് ചെയ്യുന്നു. അതാണ് മറ്റവർ അറിയാണ്ട് ചെയ്യുന്നു, ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഒരു കഥ ഞാനിങ്ങനെ കേട്ടത്, കൃപാസനത്തിൽ ഇപ്പോൾ പെട്രോൾ തീർന്നു പോയപ്പോൾ കൃപാസനം പേപ്പർ പെട്രോൾ ടാങ്കിനകത്ത് ഇട്ടിട്ട് വണ്ടി ഓടി, എന്നിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയി. എന്നിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വർക്ക്ഷോപ്പുകാരൻ ചോദിച്ചു, ചേട്ടാ ഇതിനകത്ത് മൊത്തം പേപ്പറാണല്ലോ. അത് മോനെ കൃപാസനം ഇട്ടപ്പോൾ അത്രയും വരെ ഓടി കിട്ടിയത്. കൃപാസനത്തിൻ്റെ പത്രം പേപ്പർ കീറിയിട്ട് പെട്രോൾ ടാങ്കിനകത്ത് ഇട്ട സംഭവം വരെയുണ്ട്. പരീക്ഷ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ പഠിക്കാത്ത കുട്ടികളായിരുന്നു, കൃപാസനം അമ്മയുടെ ഇതൊക്കെ ചൊല്ലി ചിലപ്പോൾ ഞങ്ങൾ പരീക്ഷിക്കുക. അപ്പം പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് കൃപാസനം അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അസുഖം മാറ്റാനോ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഞാൻ വേറൊരു കാര്യവും ചെയ്യാതെ ഈ കാര്യം ചെയ്തിട്ടാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ആൻ
ഇറ്റ് ഈസ് എ മിറക്കിൾ. അതെ അതെ അതെ. അല്ലേ? കോമൺ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വർക്ക് ചെയ്യാത്ത അതിന് മുകളിൽ നിൽക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് മിറക്കിളാണ്. അതായത് എനിക്ക് ഫിസിക്സ് അനുസരിച്ച് എനിക്ക് പറക്കാൻ പറ്റില്ല, എനിക്ക് വിങ്സ് ഇല്ല, എൻ്റെ ഗ്രാവിറ്റി എനിക്ക് ഒപ്പോസ് ചെയ്യാനുള്ള കഴിവില്ല, അപ്പോൾ എനിക്ക് സൂപ്പർമാനെ പോലെ പറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നടന്നാൽ എൻ്റെ ശരീരത്തിൽ അത് സൂപ്പർ പവറാണ്. എൻ്റെ മുറിഞ്ഞ വിരലിനെ സർജറി ചെയ്ത് വെക്കാനല്ലാതെ തിരിച്ച് കിളിപ്പിക്കാനുള്ള കഴിവ് എൻ്റെ ശരീരത്തിനില്ല. പക്ഷെ പ്രാർത്ഥിച്ചത് സംഭവിച്ചാൽ ഇറ്റ് ഈസ് എ മിറക്കിൾ. ഉറപ്പായിട്ടും ഈ ലോജിക്കില്ലായ്മ ഒരു മിറക്കിളായി മാറുന്നത് അവർ ആ കോയിൻസിഡൻസിനെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ പ്രാർത്ഥിച്ചാണ് അസുഖം മാറിയെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച അസുഖം മാറി. അപ്പം ഞാൻ ചോദിക്കും, അപ്പം നിങ്ങൾ മരുന്ന് കഴിച്ചായിരുന്നോ? 1 മാസം കഴിച്ചിട്ട് മാറിയില്ല. ഞാൻ ചോദിച്ചു, ഒരു തലവേദന വന്നിട്ടത് നിങ്ങളൊരു പാരസെറ്റമോൾ കഴിച്ചാൽ എത്ര നേരം കൊണ്ട് തലവേദന മാറും? അത് 10 മിനിറ്റ് എടുക്കുമായിരിക്കും. അപ്പോൾ വലിയൊരു അസുഖത്തിൻ്റെ മരുന്ന് പ്രവർത്തിക്കാൻ എത്ര ഡ്യൂറേഷൻ വേണ്ടി വരും? അതിനൊരു ടൈമില്ലേ? ആ ടൈം തീരുന്നതിന് മുമ്പ്, അതായത് 10 മിനിറ്റ് കൊണ്ട് മാറേണ്ട തലവേദന 9ാമത്തെ മിനിറ്റ് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പാരസെറ്റമോൾ ആണോ വർക്ക് ചെയ്തത്, അതോ എൻ്റെ 9ാമത്തെ മിനിറ്റിലെ പ്രാർത്ഥനയാണ് വർക്ക് ചെയ്തത്? ലാസ്റ്റ് വന്നിട്ട് ക്രെഡിറ്റ് കൊണ്ടുപോയ അവസ്ഥ. അതെ അതെ. 99 അടിയും മരുന്ന് ചെയ്തിട്ട് 100ാമത്തെ അടി പ്രാർത്ഥന ചെയ്തപ്പോഴത്തേക്ക് കല്ലുകുട്ടി എന്ന് പറയുന്നത് അത് ലോജിക്കില്ലായ്മയാണ്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ല. അതുപോലെ തന്നെയാണ് ആ കുട്ടികൾ പഠിച്ചത് കൊണ്ടാണ് അത് നടന്നത്. അല്ലാതെ പഠിക്കാതിരുന്നിട്ട് കൃപാസനമ്മ ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്കരണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ജയിക്കും? ഇല്ല, അവിടെ വർക്ക് ചെയ്തില്ല. പകുതി ഞാൻ പഠിച്ചു, പകുതി അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞാലും നടക്കുന്നില്ല. പകുതി അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇവര് പറയും, അപ്പോൾ ഓർമ്മശക്തി വേണ്ടത്, ഓർമ്മശക്തിക്ക് ദൈവം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ബാക്കിയുള്ള മതങ്ങളിലുള്ള കുട്ടികളോ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ടോപ്പർ ആവുന്നുണ്ട്. അപ്പൊ അവരെ ഏത് കൃപാസനമ്മയാണ്? അപ്പൊ പഠിച്ച കുട്ടികൾ മാർക്ക് മേടിക്കുന്നതും പഠിക്കാതിരുന്ന് ഒട്ടും പഠിക്കാതെ കൃപാസനം വെച്ച് പ്രാർത്ഥിക്കുന്ന തമ്മിൽ അതായത് വ്യത്യാസം. അതായത് അത്ഭുതം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 0 നമ്മുടെ സൈഡിൽ നിന്ന് 0 കാര്യങ്ങൾ ചെയ്യുക, 100% ദൈവം തരിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് അത്ഭുതമായിട്ട് മാറുന്നത്. അല്ലാതെ ഇത് ആക്ച്വലി പണ്ട് ആരോ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കയ്യിലൊരു മാന്ത്രിക സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉന്നത വിജയം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ വന്നിട്ട് ഇഷ്ടംപോലെ ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് പോയി. അവസാനം ഇവർ ഭയങ്കര റിച്ച് ആയിട്ട് ഇവരിരുന്ന് പൈസ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഇനിയിപ്പോ ഇവർ പരീക്ഷയ്ക്ക് ജയിക്കുവോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത ആള് തോളിൽ കൈയിട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ മണ്ട, എടാ പരീക്ഷയ്ക്ക് ജയിച്ചവൻ എപ്പോഴും ഇത് പബ്ലിസിറ്റി ചെയ്യും, തോറ്റവൻ ഒരിക്കലും ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് ചെയ്യാറില്ല. 1000 പേര് കൊടുത്തതിൽ 970 പേരും തോറ്റെങ്കിലും ആ ജയിച്ച 30 പേര് മതി നമുക്ക് ജീവിക്കാൻ. അതെ, അത് തന്നെയാണ് ഈ എല്ലാ പ്രവാചകന്മാരുടെയും ഐഡിയ. അതായത് ഓരോ പ്രകൃതി ക്ഷോഭങ്ങൾ നടക്കുമ്പോൾ, അതായത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി മരിക്കുമ്പോഴോ ഒരു കൂട്ടം ആളുകൾ വരും. ഞാനത് പണ്ടേ പറഞ്ഞതാണ്, പ്രവചിച്ചത്. അതായത് കൊറോണ വന്നപ്പോഴും യുദ്ധം നടന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഇതെല്ലാം പ്രവചിച്ച ആളുകൾ പൊങ്ങി വന്നു. അവർ വേറെയും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതൊന്നും വന്നിട്ടില്ല. ഇത് തന്നെയാണ് ഈ ബൈബിളിലുള്ള ഒരുപാട് പുസ്തകങ്ങളിനകത്ത് പറയുന്നത്. അതിനകത്ത് നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഗ്രന്ഥത്തിനകത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പം നടക്കാത്ത സംഭവങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നുമില്ല. ഇതാ ലോജിക്കാണ്. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത്തരത്തിൽ കൃപാസനം പോലുള്ളതൊരു ശുദ്ധ തട്ടിപ്പാണ്. അവര് മാർക്കറ്റിംഗ് ആണ്, പൈസയ്ക്ക് വേണ്ടിയാണ്. അമൃതാനന്ദമയും അത് തന്നെ സെയിം ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ആളുകളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാസ്റ്റർമാരുടെ എഡ്യൂക്കേഷൻ, അവരുടെ പ്രൊഫൈൽ, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പറയും, ദൈ കണ്ടില്ലേ മറ്റേ കോളേജിൽ വലിയ പ്രൊഫസറാണ്, ദൈ കണ്ടില്ലേ ഇത് അദ്ദേഹം വലിയ ഡോക്ടറാണ്. ഇവർ ഈ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഇവർക്ക് ദൈവവിളി വന്നു, ഇവരൊരു പാസ്റ്റർ എന്ന തലത്തിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഇവർ നശിപ്പിക്കുന്നത് ഇവരുടെ സ്വന്തം കരിയർ, ഇവരുടെ പ്രൊഫഷൻ, ലൈഫ് ഒക്കെ തന്നെയാണ്. പക്ഷെ മറ്റൊരാളെ ഈ ഒരു പ്രൊഫൈൽ വെച്ച് ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതെ. അത് ഒരു ഫേമസ് ആയിട്ടൊരു സിംഗർ ഉണ്ട്, ഡോക്ടർ ബ്ലസൻ മേമന. അദ്ദേഹം ഡെൻ്റൽ ഡോക്ടറായിരുന്നു, അത്യാവശ്യം നല്ല റിച്ച് ഫാമിലി, വലിയ ക്ലിനിക്കൊക്കെ ഉള്ള ഒരാളായിരുന്നു. പുള്ളി അതെല്ലാം വിട്ടു. ഇപ്പോൾ ഫുൾ ടൈം വർഷിപ്പ് ലീഡിങ്, പാട്ടുകൾ എഴുതുക, അത് മാത്രമേ ഉള്ളൂ.
അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ കാരണം അദ്ദേഹത്തിനെ മാർക്കറ്റ് ചെയ്തിരുന്നതും അദ്ദേഹം ഇപ്പോഴും ആ ഡെസിഗ്നേഷൻ ഉപയോഗിക്കുന്നതും ഐ വാസ് എ ഡോക്ടർ, നൗ ഐ ആം എ വർഷിപ്പ് ലീഡർ. യെസ്. പേഴ്സണലി ഹീ ഈസ് എ ഗുഡ് മാൻ. നല്ല ആളാണ്. പേഴ്സണാലിറ്റി എനിക്കറിയാം, നല്ല സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഹീ ഈസ് യൂസിങ് ദാറ്റ് ഡെസിഗ്നേഷൻ. അത് വെച്ച് കാണിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ പ്രൊഫസർ എന്ന് പറഞ്ഞ് കാണിക്കുന്നതോ അല്ലെങ്കിൽ ഇന്ന ആളെന്ന് പറഞ്ഞ് കാണിക്കുന്നതെല്ലാം ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതി തന്നെയാണ്. അത് അവർ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ഞാൻ നിരീശ്വരവാദി ആയെന്ന് മനസ്സിലായപ്പം ഒരു എഞ്ചിനീയർ അല്ല, ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 60-70,000 രൂപ സാലറിക്ക് ജോലി ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി ബിടെക് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ബാങ്കിൽ ജോലി കയറി. അത് കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഞാൻ ഇതെല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് നിർത്തണം എന്നും പറഞ്ഞിട്ട് പുള്ളി എന്നെ തിരിച്ച് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഒരാൾ ഇത് ചെയ്തായിരുന്നു. പുള്ളി പറഞ്ഞതും ഇത് തന്നെയാണ്, ഞാൻ ഇതെല്ലാം വിട്ടത് ദൈവവിളി വന്നോണ്ട്. ഞാൻ ചോദിച്ചു ദൈവം എങ്ങനെ വിളിച്ചു? ദൈവം എൻ്റെ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിൽ പറഞ്ഞു. അതെങ്ങനെ സാധിക്കും? ദൈവത്തിന് അങ്ങനെ മനസ്സിൽ സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഈ റേപ്പ് ചെയ്യാൻ പോകുന്ന ആണുങ്ങളോട് ദൈവത്തിന് സംസാരിച്ചൂടെ? തെറ്റാന്ന് പറഞ്ഞു. കൊലപാതകം ചെയ്യാൻ പോകുന്നവരോട് ദൈവത്തിന് മനസ്സിൽ സംസാരിച്ചൂടെ? ക്രിമിനൽസിനോട് സംസാരിക്കാത്ത ദൈവം വിശ്വാസികളോട് മാത്രം സംസാരിക്കുന്ന ദൈവം ഈസ് എ സൈക്കോ അല്ലേ? അപ്പോൾ ദൈവം അത് ആസ്വദിക്കുകയും കണ്ടു ചിരിക്കുകയും ചെയ്തു. ഇവിടെ വിശ്വാസിക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി, അവൻ സഫർ ചെയ്യാൻ വേണ്ടി അവനെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഈസ് എ സൈക്കോ.